അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിരിസത്തെ മോമിനിങ്ങളെ, ഇന്ന് നിങ്ങളെ മുന്നുള്ളൂ ഒരു വലിയൊരു വിഷയ ചർച്ചാക്കുമായിട്ട് വന്നു. വിഷയ വേറെന്തുമല്ല, സ്വലാത്തു നാരിയത്ത്. നങ്കും നിങ്ങൾക്കും എല്ലാവർക്കും പരിചയമുള്ള എനിക്കത്തെ ഒരു സ്വലാത്ത്. സ്വലാത്ത് ചമ്മ ഉണ്ട്, സ്വലാത്തുക്ക് വലിയ മഹത്വം ഉണ്ട്. സ്വലാത്ര മഹത്വം അത് ഇത് അത്ര ഇത്ര ചെന്നിട്ട് തീർക്കുക സാധ്യമുള്ള ഒരു രൂപത്തിലല്ല അള്ളാഹു താല വെച്ചു. നിങ്ങൊന്ന് ആലോചനാക്കി നോക്കൂ, സ്വലാത്തുകളുടെ ഒരു ശ്രേഷ്ഠത, ഒരു മഹത്വം എത്ര ചെന്നിട്ട്. അഅ്മാലുന ബൈനൽ ഖബൂലി വ റദ്ദിഹ, ഇമാമിങ്ങ നിങ്ങൾക്ക് ചെന്ന് തണ്ടാർ. അഅ്മാലുന നങ്ങ എടുക്കിற എന്തൊരു അമലാവട്ടെ, നിസ്കരിக்கிற നിസ്കാര, പിടിக்கிற നോമ്പ്, കൊടുக்கிற സ്വതക്ക, നിർവഹിக்கிற ഹജ്ജ്, എന്തൊരു വെനങ്കാവട്ടെ, അതല്ല ബൈനൽ ഖബൂലി വ റദ്ദിഹ. ഒന്നെങ്കിൽ അല്ലാഹു താല അതൊരു കബൂലാക്കൂ, ഇല്ലെങ്കിൽ അല്ലാഹു താല അതിരെ റദ്ദാക്കും, മടക്കി കളയൂ. എന്നൊക്കെ വേണ്ടാണ്ട് അല്ലാഹു താല ചൊല്ലു. ഏതൊരു അമലും അങ്ങനെ ഞങ്ങൾ ഏതൊരു നിസ്കാരം നിസ്കരിച്ചെങ്കിൽ ഇത് അല്ലാഹു താല കബൂലാക്കി തീണ്ടേ ഉറപ്പാക്കാൻ സാധ്യമില്ല. എന്തെങ്കിലും ചിലപ്പോൾ ന്യൂന്യത്തെ ഇന്നതിരെ പേരില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂന്യത്തെ ഇല്ലെങ്കിലും അല്ലാഹു താലക്ക് ഞങ്ങൾ ആക്കിற അമല് സ്വീകരിച്ചിട്ടേ വേണു ചെന്നിട്ടൊന്ന് കാണണമെന്നും ഇല്ല. അള്ളാഹു ഇഷ്ടമായിട്ടിരിക്കണത് ഒന്നങ്ങ് സ്വീകരിക്ക, ഒന്നങ്ങ് ബുട ഇല്ല. സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിക്ക് വേണമായിട്ട് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അത് അല്ലാഹു താല അങ്ങനെ ആക്കില്ല. അത് ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി. അല്ലാഹു തആല അത് കബൂലാക്കിയിട്ടുള്ളത് അത് 100% ഗ്യാരണ്ടി ആയിട്ടിരിക്കണം. ഞങ്ങൾ അള്ളാഹുബേനായിട്ട് നിസ്കരിച്ച് ജനറക്കാത്ത നിസ്കാര ചിലപ്പോൾ അള്ളാഹു താല അത് തട്ടിക്കളയൂ. എന്നൊക്കെ വേണ്ട, ഇത് ചെന്നിട്ട് അള്ളാഹു താല ദൂരെ വെക്കൂ. മുത്ത് നബിക്ക് വേണമായിട്ട് ഞങ്ങൾ ചെന്ന സ്വലാത്ത് അത് ദൂരെ വെക്കുക അള്ളാഹു താലക്ക് തയ്യാറില്ല, അള്ളാഹു താല തയ്യാറില്ല. എന്തേ? മുത്ത് നബിക്ക് വേണമായിട്ട് നാണ് ചെന്ന ഒരു സ്വലാത്ത് അത് അള്ളാഹു താല എങ്ങാനും അത് റിജക്റ്റ് ആക്കിയെങ്കിൽ അത് മുത്ത് നബിക്ക് എത്ര സ്വലാത്ര കൂട്ടത്തിൽ ഒരു സ്വലാത്ര മൈനസ് ബണ്ട് മുത്ത് നബിക്ക് ആയിട്ടിരിക്കുന്നതിനെ കൊറത്തെ പോയിട്ട് ആ സ്വലാത്ര കൊറത്തെ എണ്ണത്തിൽ സംഖ്യയിൽ കൊറത്തെ പോണ്ടോ. മുത്ത് നബിക്ക് അങ്ങനെ ഒന്നുപോലും കുറയോഗോ അള്ളാഹു താലക്ക് ഇഷ്ടമില്ല. കാരണം അള്ളാഹു താല ആ നിലക്കായിട്ടിരിക്കുന്ന മുത്ത് നബിയെ ബഹുമാനിച്ചതും ആദരിച്ചതും. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ, സ്വലാത്തുക്ക് വലിയ മഹത്വം ഉണ്ടോ ഞങ്ങൾ അറിയണോ? ചമ്മവിധ സ്വലാത്തുണ്ടോ. സാധാരണ അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്തുൽ ഇബ്രാഹിമിയ അത് ഭയങ്കര വലിയ മഹത്വമുള്ള സ്വലാത്ത്. സ്വലാത്തുൽ ഫാത്തിഹ്, അതുപോലെ സ്വലാത്തു താജ്, അഅ്ളം സ്വലാത്ത്, ഇങ്ങനെ ചമ്മ സ്വലാത്തുണ്ടോ. അതെല്ലാം ഓരോ മഹാന്മാർ ഇമ്മത്ത് എഴുതി എനിക്കത്തെ ഓരോ സ്വലാത്ത്, വലിയ വലിയ കിതാബിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി എനിക്കത്തെ സ്വലാത്ത്, മുത്ത് നബിയെ ജീവിതത്തിൽ ചെന്ന എനിക്കത്തെ ചമ്മ സ്വലാത്ത്. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അടക്ക ബഹുമാനപ്പെട്ട ചമ്മ സ്വലാത്ത് വേണമായിട്ട് ഹിദ്മത്തെടുത്ത എനിക്കത്തെ മഹാന്മാർ ചമ്മ സ്വലാത്ത് നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടുള്ള. ഏതായാലും സ്വലാത്ത് വലിയ മഹത്വം ഉണ്ട്. ഖുർആനിൽ അല്ലാഹു തആല ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാണുമാക്കിക്കൊണ്ടുള്ള നന്റെ മലക്കുമാക്കിക്കൊണ്ടുള്ള നിങ്ങവുമാക്കറോ ചെന്നിട്ട് ഒരേ വിഷയത്തിൽ ചെന്നിടും, അത് സ്വലാത്തായിട്ടിക്കിട്. ഹജ്ജാക്കുമ്പോ അല്ലാഹു തആല ഹജ്ജൊരു വിഷയം ചൊല്ലുമ്പോ നാണ് ഹജ്ജാക്കിയ നന്റെ മലക്കുങ്ങ ഹജ്ജാക്കിക്കൊണ്ടുള്ള നീങ്ങും ഹജ്ജാക്കറു ചെന്നിട്ട് അല്ലാഹു താല ചെന്നിട്ടില്ല. അല്ലെങ്കിൽ നോമ്പ് നാണ് പിടിക്കിற നന്റെ മലക്കുങ്ങ പിടിച്ചോണ്ടുള്ള നീങ്ങും പിടിക്കറു ചെന്നിട്ടില്ല. സ്വതക്ക നാണാക്കിക്കൊണ്ടുള്ള നന്റെ മലക്കുങ്ങ ആക്കിയുള്ള നീങ്ങും ആക്കറു ചെന്ന് അല്ലാഹു താല ചെന്നിട്ടില്ല. അതേ ടൈമിലോ നാണും നന്റെ മലക്കുങ്ങും നീങ്ങും ചെന്നിട്ട് അല്ലാഹു താല ചെന്നത് അത് ഒരേ ഒരു വിഷയമായിട്ടിക്കിട്. എന്തത്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. നാണ് അതായത് അല്ലാഹു തആല ചൊല്ലുന്ന ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല വ മലായികതഹു അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് നബിയുടെ മേൽ സ്വലാത്ത് ഇങ്ങനെ ചൊന്നുകൊണ്ടുള്ളാറ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഹൃദയത്തിൽ ഈമാനുള്ള എനിക്കത്തെ ആൾമാരെ, ഹൃദയത്തിൽ ഈമാനുള്ള എനിക്കത്തെ ആൾമാരുള്ള പ്രത്യേക വിളിച്ചു ചൊല്ലോ. കാരണം ഹൃദയത്തിൽ ഈമാൻ ഇല്ലാത്ത ഒരു വിഭാഗം ഓടുണ്ട്. പേര് മുസ്ലിമിങ്ങളെ പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അങ്ങനത്തെ പേര്. ബട്ട് സ്വലാത്ത് അങ്ങ് തയ്യാറില്ല. ഖുർആൻ അല്ലാഹു തആല ചൊല്ലുന്നത് ഈമാൻ ചൊല്ലത്തെ ഒന്ന് ആരെ ഹൃദയത്തിലുണ്ടോ. ഈമാൻ ഇല്ലാത്ത പല വിഭാഗ ആൾമാരുള്ളാർ. മൗലിദ് തീരാ ചൊല്ലടങ്ങ, സ്വലാത്ത് തീരാ ചൊല്ലടങ്ങ, ബുർദ തീരാ ചൊല്ലടങ്ങ, അതുപോലെ തറാവിഹ് ഇരിയോ ഇല്ലാതെ 8 ഉള്ള ചെന്നിട്ട് അങ്ങനെ ബച്ചത് അനുസരിച്ചിട്ട് അതിന്റെ സംഖ്യ കുറയുടെ ആക്കിയങ്ങ. ഇങ്ങനെ ഈ അള്ളാഹുര ഖുർആന്റെ ആയത്തുക്ക് മനസ്സുക്ക് വന്ന പോലെ ഉൾട്ട അർത്ഥം വെച്ചിട്ട്, അതുപോലെ ഹദീസ് ഉൾട്ട അർത്ഥം വെച്ചിട്ട് ഈമാൻദാരികളായ ആൾമാർ ഈമാന്റെ
വസ്വാസാക്കി എടുക്കുക ശ്രമിക്കണിക്കത്തെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടോ? അങ്ങൾട്ട് അല്ലാഹു തആല സ്വലാത്ത് ചൊല്ല ചൊന്നിട്ടില്ല. പിന്നെ സ്വലാത്ത് ചൊന്നൊരാറിട്ട യാ അയ്യുഹല്ലദീന ആമനു ഈമാനുള്ളണിക്കത്തെ ആൾമാരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലറു, നിങ്ങൾ സലാമും ചൊല്ലറു. സ്വല്ലു അലൈഹി മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലറു. വസല്ലിമു തസ്ലീമ സലാമും കണക്കില്ലാത്ത പോലെ മുത്തുനബി നിങ്ങൾ ചൊല്ലറോ. ചെന്നിട്ട് അല്ലാഹു തആല ഖുർആനിലൂടെ നമുക്ക് ചെന്ന് തരുമ്പോ പിരിസത്തെ മൂമിങ്ങളെ സ്വലാത്ര മഹത്വം എത്ര ഒന്ന് ആലോചനാക്കി നോക്കറു. ഞാനിപ്പോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നെ സ്വലാത്ത് പരിചയപ്പെടുത്തിയോണ്ടുള്ളത് അത് സ്വലാത്തു നാരിയത്ര വിഷയത്തിലായിട്ടിക്കട്. സ്വലാത്തു നാരിയത്ത് ചെന്ന് നാറ് ചെന്നെങ്കില് തീയുണ്ടായിട്ടിക്കട അർത്ഥം. അപ്പൊ തീ പോലെ ഞങ്ങൾ ചെല്ലില്ലേ ബെങ്കിയന്തഹ, അതുപോലെ ബെങ്കി പോലെ തീ പോലെ ഞങ്ങളെ ഹാജത്തുകൾ അല്ലാഹു തആല പൂർത്തിയാക്കി തണ്ടണിക്കത്ത് ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് ഞങ്ങൾ ചെന്നിട്ട് അല്ലാഹുട്ട് മുത്തുനബിക്ക് വേണായിട്ട് ഹദിയാക്കിയിട്ട് അല്ലാഹുട്ട ഞങ്ങൾ ദ്വാർന്നെങ്കിൽ അല്ലാഹു തആല വേഗത്തിൽ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തണ്ടണിക്കത്ത് ഒരു സ്വലാത്തായിട്ടിരിക്കണം. ഏത് സ്വലാത്തും അങ്ങനെമേ ആങ്ക സ്വലാത്തു നാരിയത്തുകൊള്ളൊരു മഹത്വം ഉണ്ട്. അത് വല്ലാത്തൊരു മഹത്വമേ ആയിട്ടിക്കട്. അതുകൊണ്ട് ഞങ്ങൾ നാരിയത്ത് സ്വലാത്ത് ചെല്ലഎനിക്ക് താൽമാറാവണു. സ്വലാത്തു നാരിയത്ത് ചെന്നിട്ട് അത് കണക്ക് പ്രത്യേകമായ ഒരു കണക്കില്ല. ഒന്നെങ്കിൽ പോണൊന്നു ചെല്ല, അല്ലെങ്കിൽ ഒരു 33, അല്ലെങ്കിൽ ഒരു 41. അല്ല മഹാന്മാർ ഇമാമിങ്ങ ഇമാമിങ്ങ നമുക്ക് വെളിപ്പാട്ടിയത് ഒരാൾ ഒരു ഉദ്ദേശം, അതായത് ഒരു ആകാവണു, അല്ലെങ്കിൽ മോൾക്ക് ഒരു പൊതു സട്ടാവില്ല, അല്ലെങ്കിൽ ഒരു ജോബ് ശരിയാവില്ല, അല്ലെങ്കിൽ നിരന്തര ഒരു രോഗമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം അതൊന്ന് റാഹത്തായി കിട്ടോ വേണായിട്ട് ആരെങ്കിലും 4444 നാരിയത്ത് സ്വലാത്ത് ചെന്നിട്ട് ഹദിയാക്കി ദ്വാർന്നെങ്കിൽ അയാൾ ആ ഹാജത്ത് പൂർത്തിയാവൂ. അപ്പൊ ബിസിനസ്സിൽ കുടുങ്ങി കഴിക്കുവാറ്, പൈസ കൊടുത്തത് റിട്ടേൺ കിട്ടാണ്ട് കുടുങ്ങി കഴിക്കുവാറ്, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് പൂർത്തിയാവാത്ത കഴിക്കുവാറ്, അല്ലെങ്കിൽ മോൾക്ക് ഇത്രയും പുതുസട്ടാവില്ല ഒന്ന് റാഹത്താവണോ വേണ്ടിയിട്ട് ഉദ്ദേശിക്കാറ്. അങ്കെല്ലാവർക്കും നാരിയത്ത് സ്വലാത്ത് പിടിക്കണായ പോലെ പിടിച്ചെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വലിയ വിജയം അതിൽ തണ്ട. പിടിക്കണായ പോലെ പിടിക്കണോ, ചെല്ലണായ പോലെ നിങ്ങൾ ചെല്ലണോ. ട്രാസി ചെന്ന മയ്യാവില്ല, ഹുദൂറുൽ ഖൽബ് വേണു. ഞങ്ങൾ സ്വലാത്തു നാരിയത്ത് ചൊല്ലുമ്പോ അത് ഈ സ്വലാത്തു നാരിയത്ത് ഉണ്ടല്ലോ, ഏതൊന്നും യാസീനായെങ്കിലും ഖുൽ ഹുവല്ലാഹു ആയെങ്കിലും ഫാത്തിഹ ആയെങ്കിലും ഞങ്ങൾ ഓതുമ്പോ ഞങ്ങളെ മനസ്സിൽ വേറൊരു ചിന്ത പ്രവർത്തിക്കറ. ഞങ്ങൾ ഓതുന്നത് അതേ ചിന്ത. ഉദാഹരണം ഇപ്പൊ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിൽ ആ സ്വലാത്തേ നിരിക്കണു. ചെല്ലത് സ്വലാത്ത് ചിന്ത വേറെവിടമായെങ്കിൽ അത് ഉത്തരം കിട്ടില്ല. ഹുദൂറുൽ ഖൽബ് ഞങ്ങളെ ഹൃദയ സാന്നിധ്യം വേണം. ഹൃദയത്ത് കയറ്റിക്കണം അല്ലാഹു തആല നോക്കുന്നത്. അതുകൊണ്ട് ഈ സ്വലാത്തു നാരിയത്ത് ചൊല്ലുമ്പോൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടെ ചൊല്ലുക നിങ്ങൾ ട്രൈ ആക്കണം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഇതായിട്ട് നാരിയത്ത് സ്വലാത്ത്. ഇതിന്റെ അർത്ഥം എന്തോ, അല്ലാഹുമ്മ സ്വല്ലി, അല്ലാഹുവേ നീ സ്വലാത്ത് ചൊല്ലണം പഠിച്ചോനെ. അല എങ്ങനെ സ്വലാത്തൻ സ്വല്ലി അലാ സയ്യിദിനാ അല്ലാഹുമ്മ സ്വല്ലി അല സ്വല്ലി സ്വലാത്തൻ കാമില പഠിച്ചോനെ. കാമിലത്തായ അതായത് പരിപൂർണമായ സ്വലാത്ത് നീ ചൊല്ലണു പഠിച്ചോനെ. വസല്ലിം സലാമൻ താമൻ പരിപൂർണമായ സലാമും പഠിച്ചോനെ നീ ചൊല്ലണു. ആരുടെ മേൽ? അലാ സയ്യിദിന മുഹമ്മദ്, ഞങ്ങളുടെ നേതാവായ നിന്റെ ഹബീബായ ഞങ്ങളെല്ലാമായ ആ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണു പഠിച്ചോനെ. എങ്ങനെ ചൊല്ലണോ? എങ്ങനത്തെ സ്വലാത്തായിട്ടിരിക്കണോ പഠിച്ചോനെ? ഈ മുത്ത് നബി ചെന്ന ഒരു ചില്ലറ ആളെന്തും അല്ല. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, ആ നബിയെ കൊണ്ട് എല്ലാ കുടുക്കും എല്ലാ കെട്ടും ഇല്ലാണ്ടായി പോവോ. അതായിട്ട് സ്വലാത്തിൽ ചൊല്ലുന്നത് തൻഹല്ലു ബിഹിൽ ഉഖദ്, എല്ലാ കെട്ടും ഇല്ലാണ്ടായി പോ, കുടുങ്ങി എല്ലാ കുടുക്കത്തെ തൊട്ട് സലാമത്താവുക അവരാ മുത്തുനബിയെ കൊണ്ട്. അതുപോലെ വതം ഫരിജു ബിഹിൽ ഖുറബ്, കാലങ്ങളായി മനസ്സിൽ വെച്ച് നടക്കുന്ന ടെൻഷന് എല്ലാ ബേജാറ് അല്ലാഹു തആല അത് നമുക്ക് അതിരെ തൊട്ട് സലാമത്ത് തണ്ട. വതുഖ്ലാ ബിഹിൽ ഹവായിജ്, എത്രമാ കാല മനസ്സിൽ വെച്ചനിക്കത്തെ മുറാദുകളെ ആസകളെ അല്ലാഹു തആല ഹാജത്ത് അല്ലാഹു തആല അത് കാരണത്താൽ വീട്ടി തണ്ട. വതുനാലു ബിഹിർ റഗായിബ്, ചമ്മകാല മനസ്സിൽ വെച്ച് നടക്കുന്ന മോഹ ആ കൊതി അല്ലാഹു തആല നമുക്ക് എത്തുപാട്ടി തണ്ട. ഉംറത്ത് പോക ആശയിക്കൂ, ഹജ്ജ് പോക ആശയിക്കൂ, അതുപോലെ പാവത്തങ്ങളെ യതീമക്ക് ഫുഡ് കൊടുക്കോ ആശയിക്കൂ, അല്ലെങ്കിൽ പള്ളിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പാക്കോ ആശയിക്കൂ. അങ്ങനത്തെ ചമ്മ ആശകൾ അല്ലാഹു തആല നമുക്ക് നിറവേറ്റി തണ്ട. അതുപോലെ വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം, ആ മുത്തുനബിയെ കൊണ്ട്
എന്തിനെ നിങ്ങൾ കേട്ടെങ്കും അള്ളാഹു താല അത് നിങ്ങൾ തറാണ്ട് ബാക്കിയാക്കില്ല. അങ്ങനത്തെ നബിയുടെ മേലിൽ സ്വലാത്തും സലാമും നീ ചൊല്ലണു ചെന്നിട്ട് മഹാന്മാർ നിങ്ങൾക്ക് ചെന്ന് തന്നെ എനിക്കത്തെ ഒരു സ്വലാത്ത്, ഈ നാരിയത്ത് സ്വലാത്ത് നിങ്ങൾ ചെന്നിട്ട് അള്ളാഹുട്ട ദുആർക്കുമ്പോൾ എല്ലാ കാര്യത്തിനും അള്ളാഹു താല സലാമത്ത് തണ്ട, നിങ്ങൾക്ക് എല്ലാ നിലക്കും ഫറജും മഖ്റജും തണ്ട, എല്ലാ ബുദ്ധിമുട്ടും തൊട്ട് നിങ്ങൾക്ക് സലാമത്താവോ സാധ്യാവോ. അത് സ്വലാത്തു നാരിയത്തുള്ള ഒരു പ്രത്യേകത ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കുന്ന സ്വലാത്തു നാരിയ തീ പോലത്തെ ഒരു സ്വലാത്ത് ചൊല്ലുള്ള ഒരു കാരണ. അതുകൊണ്ട് പിരിസത്തെ മോമിനിങ്ങളെ ഇതുപോലത്തെ സ്വലാത്തിനെ മഹബത്ത് വെക്കണിക്കത്തെ സ്വലാത്തെ പിരിസ വെച്ചിട്ട് സ്വലാത്ത് ചെന്നിട്ട് ആ സ്വലാത്തിലൂടെ രക്ഷപ്പെടണിക്കത്തെ അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു നിങ്ങൾക്ക് കൂടകു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെമ്മ സ്വലാത്തിലൂടെ സ്വലാത്ത് ചെന്നിട്ടുള്ള ഒരു ജീവിതത്തിൽ ആ സ്വലാത്തിലൂടെ എപ്പോഴും നാവിങ്ങനെ മന്ത്രിച്ചിട്ട് ആ സ്വലാത്ത് ഒരു ഹിദ്മത്തിലായി ഇങ്ങനെ ജീവിച്ചിട്ട് മരിക്കുന്ന ടൈമിലും ഞങ്ങൾ ഏതൊരു നേതാവ് വേണമായിട്ട് സ്വലാത്ത് ചൊല്ലാനാ ആ നേതാവരെ കണ്ടുകൊണ്ടുള്ള ഒരു മൗത്ത്, യാ മാഷാ അല്ലാ, എന്തൊരു മൗത്തായിട്ടിക്കട് അല്ലാ. അത് എല്ലാവർക്കും നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. പിരിസുത്ത മോമിനീങ്ങളെ ഇത്തരത്തിലുള്ള നല്ല വിഷയങ്ങൾ ചർച്ച ആക്കുക ഉദ്ദേശത്തിലായിട്ട് ഈ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല കാര്യത്തുകളെ നിരിച്ചിട്ട് എന്നിട്ട് നിങ്ങൾ സഹകരിക്കണു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാണ്ട് ചെമ്മ ആൽമാർ ഇത്തരത്തിലുള്ള വീഡിയോ നോക്കിക്കൊണ്ടുള്ള ഒന്ന് സബ്സ്ക്രൈബും ആക്കണം. കാരണം അതിലൊരു പ്രത്യേകമായ നഷ്ടമൊന്നും ബറകില്ല. നല്ലത് സപ്പോർട്ടാക്കി ഒരു കൂലിയും കിട്ടും ഇൻഷാ അല്ലാ. ഇനിയും നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.